അപ്പം ഇന്ന് നമ്മൾ കുറച്ചുകൂടി പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രോബ്ലം നോക്കാം. സ്റ്റേറ്റ് ദാറ്റ് ദ സാമ്പിൾ മീൻ ഈസ് സഫിഷ്യൻറ്റ് ഫോർ എസ്റ്റിമേറ്റിംഗ് ദ പാരാമീറ്റർ ലാംഡ ഇൻ ദ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അതായത് സ്റ്റേറ്റ് ചെയ്യണം സാമ്പിൾ മീൻ എന്താണ്, സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ ആണ് ഫോർ ദ പാരാമീറ്റർ ലാംഡ. പോയിസോൺ ഡിസ്ട്രിബ്യൂഷനിലെ ലാംഡ എന്ന് പറയുന്ന പാരാമീറ്ററിന് സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ ആണ് സാമ്പിൾ മീൻ അഥവാ എക്സ് ബാർ എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ നമുക്ക് അറിയുന്ന കാര്യമാണ്. എഫ് ഓഫ് എക്സ് ലാംഡ ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ലാംഡ റൈസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഈ കേസ് കാര്യം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, മുന്നേ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ x1, x2, x3, എക്സെട്ര xn എന്ന് പറയുന്ന സാമ്പിൾ വാല്യൂസാണ് നമ്മൾ ആ പോപ്പുലേഷൻ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ഓഫ് എക്സ് ലാംഡ എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, പ്രൊഡക്റ്റ് ഓഫ് ഓൾ എക്സൈസ് വിത്ത് ലാംഡ. അതായത് ആദ്യം x1 ലാംഡ, അതുപോലെ x2 ലാംഡ, പിന്നെ x3 ലാംഡ, അങ്ങനെ എക്സിൻ്റെ ഓരോ വാല്യൂസിനും x1 ആകുമ്പോഴുള്ള എഫ് ഓഫ് എക്സ്, അതുപോലെ x2 ആകുമ്പോഴുള്ള എഫ് ഓഫ് എക്സ്, അതുപോലെ x3 ആകുമ്പോഴുള്ള എഫ് ഓഫ് എക്സ്, അങ്ങനെ xn ആകുമ്പോഴുള്ള എഫ് ഓഫ് എക്സ്, അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടി പ്രൊഡക്റ്റിനെയാണ് നമ്മൾ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ലാംഡ റേസ് ടു ആദ്യം x1 ആവും, എക്സിന് പകരം x1 കൊടുക്കും, പിന്നെ എക്സിന് പകരം x2 കൊടുക്കും, അങ്ങനെ ഓരോ വാല്യൂസ് കണ്ടുപിടിക്കുന്നു. അതായത് ലാംഡ റേസ് ടു x1 ഉണ്ടാവും, അതുപോലെ ഇ റേസ് ടു മൈനസ് ലാംഡ ഉണ്ടാവും അല്ലേ, ബൈ x1 ഫാക്ടോറിയൽ ഉണ്ടാവും. അതുപോലെ എക്സിന് പകരം x2 കൊടുക്കുമ്പോൾ ലാംഡ റേസ് ടു x2 ഇ റേസ് ടു മൈനസ് ലാംഡ, അതുപോലെ x2 ഫാക്ടോറിയൽ. അതുപോലെ അങ്ങനെ എല്ലാ വാല്യൂസും x1, x2, x3, എക്സെട്ര xn കൊടുക്കുമ്പോൾ ലാംഡ റേസ് ടു xn ഇ റേസ് ടു മൈനസ് ലാംഡ, അതുപോലെ xn ഫാക്ടോറിയൽ അല്ലേ. അതല്ല അതിൻ്റെ പ്രൊഡക്റ്റായിട്ട് വരിക. അതായത് അതിൻ്റെ പ്രൊഡക്റ്റായിട്ട് വരിക എന്ന് പറയുമ്പോൾ ഓരോ ലാംഡ റേസ് ടു എക്സ്, ശരിക്കും ഇത് എഴുതേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ലാംഡ റേസ് ടു x1 ഇ റേസ് ടു മൈനസ് ലാംഡ ബൈ എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു അടുത്തെന്ത് വരും, ലാംഡ റേസ് ടു x2 ഇ റേസ് ടു മൈനസ് ലാംഡ ബൈ x2 ഫാക്ടോറിയൽ, അങ്ങനെ എക്സെട്ര എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവാണ് അല്ലേ. അപ്പം നമുക്ക് എന്താ ഇതിൻ്റെയൊക്കെ പ്രൊഡക്റ്റ് എന്നാണ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് റെപ്രസെൻ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത് നമുക്ക് അറിയാം. അതായത് ലാംഡ റേസ് ടു x1, ലാംഡ റേസ് ടു x2, ലാംഡ റേസ് ടു x3, എക്സെട്ര എന്ന് പറയുമ്പോൾ ലാംഡ റേസ് ടു x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് എക്സെട്ര xn, അതായത് എ റേസ് ടു എക്സ് ഇൻറ്റു എ റേസ് ടു എം, എ റേസ് ടു എം പ്ലസ് എൻ ആയ പോലെ അത് കിട്ടും. പിന്നെയോ ഇ റേസ് ടു മൈനസ് ലാംഡ, അങ്ങനെ എത്ര മൈനസ് ലാംഡകൾ ഉണ്ടാവും, n മൈനസ് ലാംഡാസ് ഉണ്ടാവും. അപ്പോൾ എ റേസ് ടു മൈനസ് n ലാംഡ, താഴെ x1 ഫാക്ടോറിയൽ ഇൻറ്റു x2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സെട്ര xn ഫാക്ടോറിയൽ എന്ന് നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഇതിന് രണ്ടെണ്ണത്തിൻ്റെ പ്രൊഡക്റ്റായിട്ട്, അതായത് 1 ബൈ x1 ഫാക്ടോറിയൽ x2 ഫാക്ടോറിയൽ എക്സെട്ര xn ഫാക്ടോറിയലും, അതുപോലെ ലാംഡ റേസ് ടു x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് എക്സെട്ര എന്ന് നമുക്ക് എങ്ങനെ എഴുതാം, x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞാൽ സമ്മേഷൻ എക്സ് ആണ്. സമ്മേഷൻ എക്സ് ബൈ എൻ എന്ന് പറഞ്ഞാൽ എക്സ് ബാർ ആണ്, മീൻ കാണാൻ സമ്മേഷൻ എക്സ് ബൈ എൻ ആണ്. അപ്പോൾ സമ്മേഷൻ എക്സ് കാണാൻ എന്ത് ചെയ്താൽ മതി, n ഇൻറ്റു എക്സ് ബാർ ചെയ്താൽ മതി. അപ്പോൾ x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് എക്സെട്ര xnന് പകരം നമുക്ക് n എക്സ് ബാർ എന്ന് എഴുതാം. അപ്പോൾ ലാംഡ റേസ് ടു n എക്സ് ബാർ എന്ന് എഴുതി, ഇ റേസ് ടു മൈനസ് n ലാംഡ എന്ന് എഴുതി, ഇൻറ്റു 1 ബൈ x1 ഫാക്ടോറിയൽ x2 ഫാക്ടോറിയൽ എക്സെട്ര xn ഫാക്ടോറിയൽ എന്ന് എഴുതി. അപ്പോൾ നമ്മളിവിടെ ഫാക്ടറൈസേഷൻ തിയറം പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും, മീൻ എക്സ് ബാർ എന്ന് പറയുന്നത് സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ ഓഫ് ലാംഡയാണ്. ലാംഡയുടെ സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ ആണ് എക്സ് ബാർ. നമ്മൾ ഫാക്ടറൈസേഷൻ തിയറം മുന്നേ പഠിച്ചിട്ടുണ്ട്. തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഫാക്ടറൈസേഷൻ തിയറം പ്രകാരം നമ്മൾ പ്രൂവ് ചെയ്യണേ എന്തായിരുന്നു, ഇഫ് ടി ഈസ് സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ, ടി എന്ന് പറയുന്നത് തീറ്റയുടെ സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ ആണെങ്കിൽ നമുക്ക് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എങ്ങനെ എഴുതാൻ പറ്റും, പ്രൊഡക്റ്റ് ഓഫ് 2 L1 ടി തീറ്റ, അതായത് ടിയും തീറ്റയും ഉള്ള ഒരു ലൈക്ലിഹുഡ് ഫംഗ്ഷനും ഇൻറ്റു അങ്ങനെ ടിയും തീറ്റയും ഇല്ലാത്തൊരു ഫംഗ്ഷനും ആയിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ രണ്ടിനും പ്രൊഡക്റ്റിനായിട്ട് എഴുതാൻ പറ്റും. ഇവിടെ നോക്കിയേ, ഇതിൽ
നമ്മൾ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എഴുതിയത് എങ്ങനെയാണ് എക്സ് ബാറിൻ്റെയും അതുപോലെ ലാംഡയും ഉള്ളൊരു ടേമും ഈ ടേമിൽ ആരില്ല എക്സ് ബാറും ലാംഡയും ഇല്ലാത്തൊരു ടേമും അതിനിടയിൽ പ്രൊഡക്റ്റായിട്ട് അതിനെന്തായാൻ പറ്റി എഴുതാൻ പറ്റി. അപ്പോൾ ഇങ്ങനെ എഴുതാൻ പറ്റിയാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്, ടി എന്ന് പറയുന്നത് തീറ്റയുടെ എന്താണ് സഫിഷ്യൻ്റ് എസ്റ്റിമേറ്റർ ആണ് എന്നാണ് ഇങ്ങനെ എഴുതാൻ പറ്റി അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെയും അങ്ങനെ എഴുതാൻ പറ്റി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, എക്സ് ബാർ എന്ന് പറയുന്നത് ലാംഡേൻ്റെ ഒരു സഫിഷ്യൻ്റ് എസ്റ്റിമേറ്റർ ആണ് എന്ന് കിട്ടി. അപ്പോൾ അത് പ്രൂഫായി. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഫോർ എൻ ബെർണോളീസ് ട്രയൽസ്, ബെർണോളീസ് എന്ന് പറഞ്ഞാൽ ബൈനോമിയൽ ആണെന്ന് അറിയാം നിങ്ങൾക്ക്. ദ പ്രോബിലിറ്റി ഓഫ് സക്സസ് പി ആണ് പ്രോബിലിറ്റി ഓഫ് സക്സസ്. സമ്മേഷൻ എക്സ് ഐ ദ നമ്പർ ഓഫ് സക്സസസ് ഇൻ എൻ ട്രയൽസ്. സമ്മേഷൻ എക്സ് ഐ എന്ന് പറഞ്ഞാൽ ദ നമ്പർ ഓഫ് സക്സസ് ആണ് ഇൻ എൻ ട്രയൽസിൽ. അതായത് സമ്മേഷൻ എക്സ് ഐ എന്ന് പറയുന്നത് സഫിഷ്യൻ്റ് എസ്റ്റിമേറ്റർ ഓഫ് പി ആണെന്ന് എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം. സമ്മേഷൻ എക്സ് ഐ എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്ക് എന്ത് പിയുടെ സഫിഷ്യൻ്റ് എസ്റ്റിമേറ്റർ ആണെന്ന് എന്ത് ചെയ്യുക, പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ അറിയാം. ബൈനോമിയൽ ബെർണോളീസ് ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്താണ്, പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു 1 - x ആണ് അല്ലേ. ബെർണോളീസ് ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ പി റൈസ് ടു എക്സ് ക്യൂ എന്ന് പറഞ്ഞാൽ 1 - p ആണ്. 1 - p റൈസ് ടു 1 - x. ഓക്കെ, അതിനാണ് നമ്മൾ റാൻഡം സാമ്പിൾസ് കൺസിഡർ ചെയ്യുന്ന x1 x2 x3 etc. xn എന്ന് പറയുന്ന റാൻഡം സാമ്പിൾസ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് മുകളിൽ പറഞ്ഞിട്ടുള്ള ബെർണോളീസ് പോപ്പുലേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ പോലെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ നമുക്ക് എഴുതാൻ പറ്റും. എൽ ഓഫ് എക്സ് കോമ പി, എൽ ഓഫ് എക്സ് കോമ പിനെ നമുക്ക് എൽ ഓഫ് x1 x2 x3 etc. xn കോമ പി എന്ന് എഴുതാൻ പറ്റും. ഇനി അതായത് എന്തിൻ്റെയൊക്കെ പ്രൊഡക്റ്റാണ്, x1 കൊടുക്കുക, എക്സിന് വരെ x1 കൊടുക്കുക, പിന്നെ എക്സിന് വരെ x2 കൊടുക്കുക, പിന്നെ എക്സിന് വരെ x3 കൊടുക്കുക. അങ്ങനെ ഓരോന്നും ആ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനിലേക്ക് കൊടുത്തിട്ട് അതിൻ്റെ പ്രൊഡക്റ്റിനെയാണ് നമ്മൾ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ആദ്യം നമ്മളെ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ പി റൈസ് ടു എക്സ് 1 - p റൈസ് ടു 1 - x ആണ്. അപ്പോൾ എക്സിന് ആദ്യം x1 കൊടുക്കുന്നു. അപ്പോൾ പി റൈസ് ടു x1 1 - p റൈസ് ടു 1 - x1 ഇൻറ്റു പിന്നെ എക്സിന് വരെ x2 കൊടുക്കുന്നു. അപ്പോൾ പി റൈസ് ടു x2 1 - p റൈസ് ടു 1 - x2. അങ്ങനെ എക്സിന് പകരം പിന്നെ ലാസ്റ്റ് xn കൊടുക്കുന്നു. അപ്പോൾ പി റൈസ് ടു xn 1 - p റൈസ് ടു 1 - xn എന്ന് നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടി പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ പി റൈസ് ടു x1 ഇൻറ്റു പി റൈസ് ടു x2 ഇൻറ്റു പി റൈസ് ടു x3 etc. xn എന്ന് പറയുമ്പം അതെന്താ ശരിക്കും എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എ റൈസ് ടു എം പ്ലസ് എൻ ആയ പോലെ പി റൈസ് ടു x1 ഇൻറ്റു പി റൈസ് ടു x2 ഇൻറ്റു എക്സെട്ര പി റൈസ് ടു xn എന്ന് പറയുമ്പോൾ പി റൈസ് ടു x1 പ്ലസ് x2 പ്ലസ് x3 etc. xn ആണ്. അതുപോലെ 1 - pൻ്റെ പവറുകൾ 1 - p ബേസ് സെയിം ആണ്. 1 - pൻ്റെ പവറുകളാണ് 1 - x1 1 - x2 1 - x3 അല്ലേ. അതെല്ലാം കൂടി ആഡ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക, ഇവിടെ പി റൈസ് ടു സമ്മേഷൻ എക്സ് ഐ എന്ന് എഴുതാം. കാരണം എല്ലാ എക്സുകളും കൂടി ആഡ് ചെയ്തതാണ്. 1 - p റൈസ് ടു എത്ര വണ്ണുകൾ ഉണ്ടാവും നോക്കുക, n ടൈംസ് വണ്ണുകൾ ഉണ്ടാവും. xn വരെയല്ല പോകുന്നത്. അപ്പോൾ n ടൈംസ് വണ്ണുകൾ ഉണ്ടാവും. n ടൈംസ് 1 എന്ന് പറഞ്ഞാൽ അതെന്താണ്, n ആണ് അല്ലേ. 1 + 1 + 1 + അങ്ങനെ പോകുമ്പോൾ എത്ര ഉണ്ടാവുക, n ടൈംസ് ആണ് ഉണ്ടാവുക. അപ്പോൾ n ആണ് ഉണ്ടാവുക. മൈനസ് ഓഫ് എന്ത് -x1 -x2 -x3 etc. -xn എന്ന് പറയുമ്പോൾ മൈനസ് പുറത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ മൈനസ് ഓഫ് സമ്മേഷൻ എക്സ് ഐ എന്നുണ്ടാവുക അല്ലേ. അവിടെ ഞാനൊരു ഇൻറ്റു 1 ചേർത്ത് കൊടുത്ത് അതിൻ്റെ വാല്യൂവിൽ ഒരു മാറ്റം എന്ത് ചെയ്യാൻ വരാൻ പോകുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ നോക്കിയേ, നമുക്ക് ഇതിനെ ഈ ഫസ്റ്റത്തെ ഈ ടേമിനെ നമുക്ക് L1 രണ്ട് L1 ആൻഡ് L2ൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതാൻ പറ്റുമെന്ന് തെളിയിച്ചാൽ പോരെ. എന്താണെന്ന് തെളിയിക്കാൻ സഫിഷ്യൻ്റ് എസ്റ്റിമേറ്റർ ആണെന്ന് കാണിക്കാൻ വേണ്ടി L1ൻ്റെയും L2ൻ്റെയും പ്രൊഡക്റ്റായിട്ട് എഴുതാൻ പറ്റിയാൽ മതി. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, L1 സമ്മേഷൻ എക്സ് ഐ പി ആയിട്ട് ഈ ഫസ്റ്റ് കൊടുത്ത ടേം കൊടുക്കുന്നു. പി റൈസ് ടു സമ്മേഷൻ എക്സ് ഐ 1 - p റൈസ് ടു n - സമ്മേഷൻ എക്സ് ഐ എന്ന് കൊടുക്കുന്നു. L2 x1 x2 x3 etc. xn ആയിട്ട് എന്ത് കൊടുക്കുന്നു, 1 കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് മുകളിലുള്ള ഇക്വേഷനെ എൽ ഓഫ് എക്സ് പിനെ നമുക്ക് എങ്ങനെ എഴുതാം, L1 സമ്മേഷൻ എക്സ് ഐ പി ആയിട്ടും പിന്നെ L2 സമ്മേഷൻ എക്സ് ഐയും പിയും ഇല്ലാത്ത ഒരു ടേം ആയിട്ടും രണ്ടെണ്ണത്തിൻ്റെ എന്തായിട്ട് എഴുതി. ഇവിടെ ഫസ്റ്റ് എക്സ് സമ്മേഷൻ എക്സ് ഐയും പിയും ഉള്ള ടേം, അതായത് എസ്റ്റിമേറ്ററും
എസ്റ്റിമേറ്റും ഉള്ള ടേമായിട്ടും അത് രണ്ടും ഇല്ലാത്തൊരു ടേമായിട്ടും അത് രണ്ടിന് പ്രൊഡക്റ്റായിട്ട് നമുക്ക് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ത് ചെയ്യാൻ പറ്റി, എഴുതാൻ പറ്റി. അങ്ങനെ എഴുതാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഫാക്ടറൈസേഷൻ തിയറം പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും, സമ്മേഷൻ എക്സ് ഐ ഇസ് എ സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ ഓഫ് പി എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. തൊട്ട് മുകളിൽ ചെയ്തതുപോലെ തന്നെയാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്. ആ ലൈക്ലിഹുഡ് ഫംഗ്ഷനെ രണ്ട് ഫങ്ഷൻസിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതി. ഒന്നിൽ എസ്റ്റിമേറ്റും ഉള്ളൊരു ഫംഗ്ഷനും അത് രണ്ടും ഇല്ലാത്തൊരു ഫംഗ്ഷൻ്റെയും കൂടി പ്രൊഡക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും എസ്റ്റിമേറ്ററിൻ്റെ സഫിഷ്യൻ്റ് എസ്റ്റിമേറ്ററാണ് ആര്, പി എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. അടുത്ത പ്രോബ്ലം നോക്കാം. അടുത്ത പ്രോബ്ലം പറയുന്നത് എഫ് ഓഫ് എക്സ് ലാംഡ, അതായത് ഒരു പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനാണ്. ഇ റൈസ് ടു മൈനസ് ലാംഡ ലാംഡ റൈസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. നമ്മൾ കണ്ടിട്ടുള്ള ഒരു പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനാണ് ലാംഡ ഉള്ളത് അല്ലേ. അപ്പം വേർ ലാംഡ ഗ്രേറ്റർ ദാൻ 0 ഫോർ എക്സ് ഈക്വൽ ടു 0 1 2 3 എക്സെട്ര എക്സൻ ദെൻ എസ്റ്റിമേറ്റ് ലാംഡ ബൈ ദ മെത്തേഡ് ഓഫ് മൊമെൻറ്റ്സ്. ലാംഡയുടെ എസ്റ്റിമേറ്റർ കണ്ടുപിടിക്കുക. അതായത് ലാംഡേൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് എന്ത് കിട്ടും, അതിൻ്റെ എസ്റ്റിമേറ്റർ നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബൈ മെത്തേഡ് ഓഫ് മൊമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന ഈ എല്ലാ പ്രോബ്ലംസും ഒരുപോലെ തന്നെയാണ്. ആദ്യം μ1 കാണും, അതുപോലെ μ1 കാണും, പിന്നെ സാമ്പിളിൽ നിന്ന് m1 കാണും. ഈ μ1 m1 കൂടി ഇക്വേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, അതിൻ്റെ എസ്റ്റിമേറ്റർ കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ μ1 കാണുന്നു. μ1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ മൊമെൻ്റ് ആണല്ലോ. μ1 ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. μ1 എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സിന് എന്താണ്, ഈക്വൽ ആണ്. നമുക്കറിയാം എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്ക്രീറ്റിലാണെങ്കിൽ സമ്മേഷൻ എക്സ് എഫ് ഓഫ് എക്സ് ആണ് വരിക. നേരെ മറിച്ച് കണ്ടിന്യൂസ് ആണെങ്കിൽ ഇൻറ്റഗ്രൽ എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ് വരിക. ഇവിടെ എന്താണ്, ഡിസ്ക്രീറ്റ് ആണ്. എക്സിൻ്റെ വാല്യൂ 0 1 2 3 എക്സെട്ര എന്ന് പറഞ്ഞ പോലെ ഡിസ്ക്രീറ്റ് ആയതുകൊണ്ട് നമ്മൾ സമ്മേഷൻ എക്സ് എഫ് ഓഫ് എക്സ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കാണണ്ടേ. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കാണുന്നു. അതായത് സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്താണെന്ന് നമ്മൾ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇ റൈസ് ടു മൈനസ് ലാംഡ റൈസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ ആണ് നമ്മുടെ എന്ത്, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്നുള്ള ഉദ്ദേശിക്കുന്നുള്ളൂ. ഇവിടെ എഫ് ഓഫ് എക്സ് ലാംഡ എന്നുണ്ട്. നമ്മളത് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ചെറിയ ക്ലാസ് ഇതിന് മുന്നത്തെ സെമ്മിലൊക്കെ പഠിച്ചത്, അതുകൊണ്ട് അങ്ങനെ ജസ്റ്റ് എഴുതിയെന്നുള്ളൂ കേട്ടോ. ശരിക്കും എഴുതേണ്ടത് എന്താണ്, എഫ് ഓഫ് എക്സ് ലാംഡ എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, ഇനിയോ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ലാംഡേനെ പുറത്തേക്ക് എടുക്കുന്നു അല്ലേ. ലാംഡേനെ സമ്മേഷൻ്റെ പുറത്തേക്ക് എടുത്താൽ എന്താ സംഭവിക്കുക, ശരിക്കും ലാംഡ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ ലാംഡ ഇൻറ്റു ലാംഡ റൈസ് ടു എക്സ് മൈനസ് 1 ആണ്. അതായത് ലാംഡ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലാംഡ ഇൻറ്റു ലാംഡ റൈസ് ടു എക്സ് മൈനസ് 1 എഴുതാം. അപ്പോൾ ഈ ലാംഡ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ബാക്കി അവിടെ എന്താ ഉണ്ടാവുക, ലാംഡ റൈസ് ടു എക്സ് മൈനസ് 1 അവിടെ ഉണ്ടാവും. അപ്പോൾ അത് ഇവിടെ എന്ത് ചെയ്യുന്നു, സംഭവിക്കുന്നു, ലാംഡ പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ ലാംഡ റൈസ് ടു എക്സ് മൈനസ് 1 അവിടെ ഉണ്ട്. എക്സ് അതുപോലെ നിൽക്കുന്നു. ഇ റൈസ് ടു മൈനസ് ലാംഡ താഴെ എക്സ് ഫാക്ടോറിയൽ അതുപോലെ തന്നെ നിർത്തുന്നു. ഇനി ലാംഡ ഇൻറ്റു ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഈ എക്സ് ഫാക്ടോറിയലിന് നമുക്ക് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഫാക്ടോറിയലിന് എഴുതാൻ പറ്റും. എക്സ് ഫാക്ടോറിയൽ നമുക്ക് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഫാക്ടോറിയലിന് എഴുതാൻ പറ്റും അല്ലേ. അപ്പം ഇതിനൊരു ഈ മുകളിലുള്ള ഈ എക്സും താഴെയുള്ള എക്സും കൂടി ക്യാൻസൽ ആയിപ്പോയാൽ ബാക്കി എന്തുണ്ടാവുള്ളൂ, ഒരു എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ. അപ്പോൾ ഇ റൈസ് ടു മൈനസ് ലാംഡ റൈസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ. അപ്പോൾ ഈ ടേം മൊത്തത്തിൽ നോക്കിയേ, ഈ ടേം എന്താ സംഭവിച്ചത്, ഈ ടേം ഇങ്ങനെയാകുമ്പോൾ അതിൻ്റെ വാല്യൂ എന്താണ്, ഇ റൈസ് ടു മൈനസ് ലാംഡ റൈസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ അല്ലേ. ഇ റൈസ് ടു മൈനസ് ലാംഡ റൈസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയലിൻ്റെ സമ്മേഷൻ എന്ന് പറയുമ്പോൾ അത് 1 ആണ് വരിക. ഇവിടെ അത് തന്നെയല്ലേ വന്നിട്ടുള്ളത്. എക്സിന് പകരം എന്ത് വന്നു എന്ന് വ്യത്യാസമുള്ളൂ, എക്സ് മൈനസ് 1 പറഞ്ഞ വ്യത്യാസമല്ലേ വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ സെയിം അല്ലേ. ഇ റൈസ് ടു മൈനസ് ലാംഡ ഉണ്ട്, ലാംഡ റൈസ് ടു എക്സിന് പകരം ഇവിടെ എന്തായി, എക്സ് മൈനസ് 1 ആയി. അപ്പോൾ താഴെ ആ മാറ്റം വന്നിട്ടുണ്ട്, എക്സിന് പകരം എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ചേർന്ന് എന്താവും, 1 ആവും. ലാംഡ ഇൻറ്റു 1 വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി,
ലാംഡ എന്ന് നമുക്ക് കിട്ടും. അപ്പം μ1 ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? ലാംഡ എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു റാൻഡം സാമ്പിൾ സെലക്ട് ചെയ്യുന്നു. ഈ പോപ്പുലേഷന് x1 x2 x3 എക്സെട്ര എന്ന് പറയുന്ന റാൻഡം സാമ്പിൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീന് സാമ്പിൾ മൊമെൻ്റ് ആണ് μ1 m1 സാമ്പിൾ മൊമെൻ്റ് ആണ് m1 കാണുക എങ്ങനെയാണ്? സമ്മേഷൻ xi എല്ലാ എക്സുകളും കൂടി കൂട്ടി ആഡ് ചെയ്തിട്ട് n കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് x ബാർ ആണ് എന്ത്? m1 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? μ1 m1 കൂടി എന്ത് ചെയ്യുന്നു? സിംപ്ലിഫൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇക്വേറ്റ് ചെയ്യുന്നു. μ1 m1 കൂടി ഇക്വേറ്റ് ചെയ്താൽ μ1 എന്ന് പറഞ്ഞാൽ ലാംഡയാണ് നമ്മൾ മുകളിൽ കണ്ടുപിടിച്ചു, m1 x ബാർ ആണെന്ന് കണ്ടുപിടിച്ചു, രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ ലാംഡ ഇസ് ഈക്വൽ ടു x ബാർ അല്ലെങ്കിൽ x ബാർ ഇസ് ഈക്വൽ ടു ലാംഡ എന്ന് പറയാം. ലാംഡ ഇസ് ഈക്വൽ ടു x ബാർ എന്ന് കിട്ടി. അപ്പോൾ ബൈ ദ മെത്തേഡ് ഓഫ് മൊമെൻറ്റ്, നമ്മൾ മെത്തേഡ് ഓഫ് മൊമെൻറ്റ് യൂസ് ചെയ്തിട്ട് ലാംഡ കണ്ടുപിടിച്ചു. എസ്റ്റിമേറ്റർ ഓഫ് ലാംഡ എന്ന് പറയുന്നത് എന്താണ്? എസ്റ്റിമേറ്റർ ഓഫ് ലാംഡ ഇസ് ഈക്വൽ ടു x ബാർ ആണ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇതിനെയാണ് മെത്തേഡ് ഓഫ് മൊമെൻറ്റ് എന്ന് വിളിക്കുക. ആദ്യം μ1 കാണും, പിന്നെ m1 കാണും, അത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എസ്റ്റിമേറ്റ് മ്യൂ ആൻഡ് സിഗ്മ സ്ക്വയർ ബൈ ദ മെത്തേഡ് ഓഫ് മൊമെൻറ്റ്. മ്യൂവും കാണണം, സിഗ്മ സ്ക്വയറും കാണണം ബൈ ദ മെത്തേഡ് ഓഫ് മൊമെൻറ്റ് ഫോർ ദ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എൻ മ്യൂ സിഗ്മ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ബേസ് ചെയ്തിട്ട് മെത്തേഡ് ഓഫ് മൊമെൻറ്റ് ഉപയോഗിച്ച് മ്യൂവും കാണണം, സിഗ്മ സ്ക്വയറും കാണണം. അതായത് മ്യൂ എന്ന് പറഞ്ഞാൽ മ്യൂവിൻ്റെ എസ്റ്റിമേറ്റർ എന്താണ്, അതുപോലെ സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എസ്റ്റിമേറ്റർ എന്താണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ എഫ് ഓഫ് എക്സ് മ്യൂ സിഗ്മ സ്ക്വയർ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ നമുക്ക് അറിയുന്നതാണ്. 1/σ√2π e⁻ of x minus mu whole square by 2 sigma square എന്നാണ് അതിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ μ1 അതാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. μ1 ആണ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇത് കണ്ടിന്യൂസ് ആയതുകൊണ്ട് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? ഇൻറ്റഗ്രൽ എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. നമ്മൾ അറിയുന്ന കാര്യമാണ്. ഡിസ്ക്രീറ്റ് ആണെങ്കിൽ സമ്മേഷൻ എക്സ് എഫ് ഓഫ് എക്സ് വരിക. ഇത് കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഇൻറ്റഗ്രൽ എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നാണ് വരിക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സിന് പകരം 1/σ√2π e⁻ of x minus mu whole square by 2 sigma square സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് അതുപോലെ തന്നെ എഴുതി. അപ്പോൾ അതിൽ 1/σ√2π ഞാൻ എന്ത് ചെയ്യുന്നു? ഇൻ്റഗ്രലിൻ്റെ പുറത്തേക്ക് എടുക്കുന്നു. -∞ to ∞ x ഇൻറ്റു e⁻x minus mu whole square by 2 sigma square ഇൻറ്റു dx. ഓക്കെ, അത് വന്നു. ഇനി അതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോവുകയാണ്. x minus mu by സിഗ്മേനെ ഞാൻ എന്ത് ചെയ്യുന്നു? സെഡ് എന്ന് കൊടുക്കുന്നു. x minus mu by സിഗ്മ സെഡ് ആയിട്ട് കൊടുത്താൽ x is equal to എന്ത് എഴുതാം? ഡിവൈഡഡ് ബൈ സിഗ്മ കൊണ്ട് പോയാൽ ഇൻറ്റു സിഗ്മയാവും, മൈനസ് മ്യൂ കൊണ്ട് പോയാൽ പ്ലസ് മ്യൂ, അതായത് എക്സ് ഇസ് ഈക്വൽ ടു സെഡ് സിഗ്മ പ്ലസ് മ്യൂ എന്ന് കിട്ടും. അതിന് ഡെറിവേറ്റീവ് കാണുന്നു. ഡി എക്സ് ഇസ് ഈക്വൽ ടു സിഗ്മ ഡി സെഡ് എന്ന് കിട്ടും. ഡി എക്സ് ഇസ് ഈക്വൽ ടു സിഗ്മ ഡി സെഡ് എന്ന് കിട്ടും. അതായത് ഡി എക്സ് ബൈ ഡി സെഡ് കാണുമ്പോൾ എന്താ ഉണ്ടാവുള്ളൂ? സിഗ്മ ഉണ്ടാവുള്ളൂ. മ്യൂ എന്തായിട്ട് പോകും? 0 ആയിട്ട് പോകും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. μ1 ഇസ് ഈക്വൽ ടു 1/σ√2π അത് അതുപോലെ തന്നെ എഴുതി. -∞ to ∞. എക്സിന് പകരം എനിക്ക് എന്ത് എഴുതാൻ പറ്റും? എക്സിന് പകരം നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കണ്ടുവച്ചിട്ടുണ്ട്. എന്ത്? സിഗ്മ സെഡ് പ്ലസ് മ്യൂ അത് ഇവിടെ എന്ത് ചെയ്യുന്നു? ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. e⁻, പിന്നെ എക്സ് മൈനസ് മ്യൂവിന് പകരം സെഡ് എന്ന് കൊടുക്കുക. അപ്പോൾ -z²/2 എന്ന് വരും. പിന്നെയോ ഡി എക്സിന് പകരം എന്ത് ചെയ്യാം? സിഗ്മ ഡി സെഡ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ സിഗ്മ ഡി സെഡ്. ഈ സിഗ്മയും ഇവിടെയുള്ള പുറമുള്ള ഈ സിഗ്മയും കൂടി എന്തായിട്ട് പോകും? ക്യാൻസലായിട്ട് പോകും. ബാക്കി എന്താ ഉണ്ടാവുക? 1/√2π -∞ to ∞ z സിഗ്മ പ്ലസ് മ്യൂ e⁻z²/2 dz എന്ന് കിട്ടും അല്ലേ? അപ്പോൾ നമ്മൾ എന്തിനെ വീണ്ടും എക്സ്പാൻഡ് ചെയ്യുന്നു. എക്സ്പാൻഡ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് ടേമായിട്ട് സെഡ് സിഗ്മ പ്ലസ് മ്യൂ എന്നുള്ളത് സെഡ് സിഗ്മേൻ്റെ ഒരു ടേമായിട്ടും മ്യൂ ഉള്ള ഒരു ടേമായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? മാറ്റുന്നു. അതിനുവേണ്ടി ഞാൻ മ്യൂവിനെ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് എടുക്കും. അപ്പോൾ μ/√2π -∞ to ∞ e⁻z²/2 dz എന്നും വരും. പിന്നെ സിഗ്മ സെഡ് അല്ലേ അടുത്ത ടേം. അപ്പോൾ അതിന് സിഗ്മ പുറത്തേക്ക് എടുത്ത് സിഗ്മ/√2π പിന്നെ അതിൻ്റെ ഉള്ളൊരു സെഡ് ഇല്ലേ? -∞ to ∞ z e⁻z²/2 dz എന്ന് കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് അറിയുന്ന രണ്ട് കാര്യമുണ്ട്. -∞ to ∞ 1/√2π e⁻z²/2 dz = 1 ആണ്. നമ്മൾ
നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുമ്പോൾ പഠിച്ച കാര്യമാണ്. അതിൽ 1/√- -∞ 1/√2π e⁻z² എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അതുപോലെ -∞ to ∞ 1/√2π z e⁻z² എന്ന് പറയുന്നത് എന്താണ്? അത് 0 ആണ്. അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് z എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുക? നമ്മൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ x(f(x) ചെയ്യണ പോലെ എക്സ്പെക്റ്റേഷൻ ഓഫ് z എന്ന് പറയുമ്പോൾ z(f(x) ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കൂടെ z കൂടി വരുമ്പോൾ അതെന്താ വരിക? 0 ആണ് വരിക. അപ്പോൾ ആ കിട്ടി ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ തൊട്ട് മുകളിലുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എങ്ങനെയാണ് ഉണ്ടാവുക? μ×1 + 0 എന്നാണ് ഉണ്ടാവുക. μ×1 + 0 എന്ന് പറയുമ്പോൾ അത് μ ആണ്. അതായത് μ1' എന്ത് കിട്ടി? μ എന്ന് നമുക്ക് കിട്ടി. ഇതിൽ നമ്മളോട് സിഗ്മേനെ കുറിച്ചും ചോദിച്ചിട്ടുണ്ട്, അഥവാ വേരിയൻസിനെ കുറിച്ചും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? μ2' കൂടി കാണുന്നു. μ2' കാണുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇൻറ്റഗ്രൽ x² f(x) dx ആണ്. അപ്പോൾ μ3' കാണുമ്പോൾ ഇൻറ്റഗ്രൽ x³ f(x) dx ആണ് വരിക. ഈ μ4' കാണുമ്പോൾ ഇൻറ്റഗ്രൽ x⁴ f(x) dx എന്നാണ് വരിക. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പ്രോസസ്സ് തന്നെ ചെയ്യുന്നത് 1/√2π x², അതായത് ഇൻറ്റഗ്രൽ x² ഉണ്ടാവും, 1/√2π ഉണ്ടാവും, e⁻⁻x - μ²/2 dx എന്നാണ് നമ്മുടെ എന്തുണ്ടാവുക? ഇക്വേഷൻ ഉണ്ടാവുക. അതിൽ ഞാൻ 1/√2π എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് എടുക്കുന്നു. -∞ to ∞ x² e⁻⁻x - μ²/2 dx അല്ലേ? നേരത്തെ പോലെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. x - μ/σ z എന്ന് കൊടുക്കുന്നു. x ∞ / അങ്ങോട്ട് പോകുന്നു, -μ അങ്ങോട്ട് പോകുന്നു. അപ്പോൾ x ∑z + μ എന്ന് കിട്ടും. നേരത്തെ പോലെ dx ∑ dz എന്ന് കിട്ടും. നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുക. മുകളിലുള്ള ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുകയാണ്. 1/√2π അതുപോലെ തന്നെ -∞ to ∞ x² പകരം z∑ + μ². എക്സിന് പകരം z∑ + μ എന്ന് കൊടുക്കുക. അപ്പോൾ അതിന് x² എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ക്വയർ. പിന്നെ e⁻⁻z²/2 സിഗ്മ dz തന്നെ. സിഗ്മയും ക്യാൻസൽ ആയിപ്പോവും. ബാക്കി ഉണ്ടാവുക 1/√2π. പുറത്തുള്ള സിഗ്മയും മുകളിലുള്ള സിഗ്മയോട് ക്യാൻസൽ ആയിപ്പോൾ 1/√2π -∞ to ∞ μ + 2σ². അവിടെ ചേഞ്ച് ഒന്നും വരുത്തിയിട്ടില്ല, ഓർഡർ മാറ്റിയെന്നുള്ളൂ കേട്ടോ. μ + 2σ² e⁻⁻z²/2 dz. ഓക്കെ, ഇനി നേരത്തെ പോലെ രണ്ട് ടേമായിട്ട് അതിനെ മാറ്റുകയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? μ + 2σ² എന്നല്ലേ? അപ്പം μ² ഉണ്ടാവും, -∞ to ∞ 1/√2π e⁻⁻z²/2 dz ഉണ്ടാവും. അതുപോലെ σ² ഉണ്ടാവും അല്ലേ? σ² പുറത്തേക്ക് എടുക്കുമ്പോൾ σ² -∞ to ∞ 1/√2π e⁻⁻z²/2 dz എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇത് 2 അല്ല കേട്ടോ, ഇത് z ആണ്. സോറി, ഞാൻ നേരത്തെ 2 എന്നാണ് വായിച്ചെന്ന് തോന്നുന്നു. z സിഗ്മ കേട്ടോ. അപ്പോൾ എന്താണ്? z² σ² ഉണ്ടാവും, z² ഉണ്ടാവും. അപ്പോൾ z² σ² അതിൽ വന്നിട്ടുണ്ട്. e⁻⁻z²/2 dz എന്ന് കിട്ടും. നേരത്തെ പോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. μ² × 1 ഈ ടേം എന്ന് പറഞ്ഞാൽ 1 ആണ് ഉണ്ടാവുക. μ² × 1 ഈ ടേം എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ σ² × 1 ആൻസർ കിട്ടും എന്താണ്? μ² + σ². μ2' വാല്യൂ കിട്ടിയത് μ² + σ² ആണ്. അപ്പോൾ μ1' വാല്യൂ μ തന്നെയാണ് കിട്ടിയത്. μ2' വാല്യൂ μ² + σ² എന്നാണ് നമുക്ക് കിട്ടിയത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിപ്പം നമ്മുടെ പോപ്പുലേഷൻ്റെ കാര്യമാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? റാൻഡം സാമ്പിൾസ് സെലക്ട് ചെയ്യുന്നു. x1, x2, x3, xn എന്ന് പറയുന്ന റാൻഡം സാമ്പിൾസ്. ഇതേ പോപ്പുലേഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ സാമ്പിൾ മൊമെൻറ്റുകൾ m1' m2' നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. m1' നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്താണ്. സമ്മേഷൻ xi/n ആണ്, അഥവാ x ബാർ ആണ്. m2' നമ്മൾ 1/n സമ്മേഷൻ xi². 1/n സമ്മേഷൻ xi². നമുക്ക് 1/n സമ്മേഷൻ xi, ഇവിടെ 1/n സമ്മേഷൻ xi². അതുപോലെ മറ്റേതാണെങ്കിലോ m3' ആണെങ്കിലോ 1/n സമ്മേഷൻ xi³ ആണ് എന്ത് ചെയ്യുക? വരിക. അതെല്ലാം ഒരുപോലെയാണ് വരുന്നത്, ചെയ്യാനുള്ള പ്രോസസ്സൊക്കെ ഒരുപോലെയാണ്. അതിനാണ് നമ്മൾ μ1' m1' ഇക്വേറ്റ് ചെയ്യുന്നു. അതുപോലെ μ2' m2' എന്ത് ചെയ്യുന്നു? ഇക്വേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ μ1' m1' ഇക്വേറ്റ് ചെയ്യുമ്പോൾ μ1' നമുക്ക് എന്ത് കിട്ടും? μ1' μ = x ബാർ എന്ന് കിട്ടും. μ = x ബാർ. ഞാൻ അതിന് μ ക്യാപ്പ് എന്ന് കൊടുക്കാനുള്ള കാരണം
നമ്മൾ ഈ മ്യൂവും നേരത്തെ നമ്മുടെ പോപ്പുലേഷൻ പോപ്പുലേഷൻ മീനിൻ്റെ മ്യൂവും കൂടി കൺഫ്യൂഷൻ ആവേണ്ട വെച്ചിട്ടാണ്. അപ്പോൾ ഈ മ്യൂ ഇസിക്വൽ ടു എക്സ് ബാർ എന്നിട്ട് അതിൻ്റെ അർത്ഥം എക്സ് ബാർ എന്ന് പറയുന്നത് മ്യൂവിൻ്റെ എന്താണ്, എക്സ് ബാർ എന്ന് പറയുന്നത് മ്യൂവിൻ്റെ എസ്റ്റിമേറ്ററാണ്. എക്സ് ബാർ ഈസ് സഫിഷ്യൻ്റ് എസ്റ്റിമേറ്റർ ഓഫ് എന്ത്, മ്യൂ എന്ന് വിളിക്കാം. ഇനി അതുപോലെ മ്യൂ ടു ഡാഷും എം ടു ഡാഷും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇക്വട്ട് ചെയ്യുന്നു. അപ്പം എം ടു ഡാഷ് എന്ന് പറഞ്ഞാൽ 1/n സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അതിനെന്തായിട്ട് മ്യൂ ടു ഡാഷ് ആയിട്ടുള്ള മ്യൂ സ്ക്വയർ പ്ലസ് സിഗ്മ സ്ക്വയർ ആയിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. മ്യൂ സ്ക്വയർ പ്ലസ് സിഗ്മ സ്ക്വയർ ഇസിക്വൽ ടു 1/n സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ. അതിൽ നിന്ന് സിഗ്മ സ്ക്വയർ ഇസിക്വൽ ടു 1/n സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ മൈനസ് മ്യൂ സ്ക്വയർ. ഓക്കെ സാർ, ഇത് ഇതിന് മാത്രമാണ് ബാധകം കേട്ടോ. 1/n സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ മൈനസ് മ്യൂ സ്ക്വയർ വേറെയാണ്. അത് പ്ലസ് മ്യൂ സ്ക്വയർ അങ്ങോട്ട് പോകുമ്പോൾ എന്താവും, മൈനസ് മ്യൂ സ്ക്വയർ ആവും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മ്യൂ നമ്മൾ തൊട്ട് മുന്നേ എഴുതിയിട്ടുള്ളത് എന്താണ്, എക്സ് ബാറിന് ഈക്വൽ ആണ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. തൊട്ട് മുകളിൽ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യം അതാണ്, എന്താണ്, മ്യൂ എക്സ് ബാർ ഈക്വൽ ആണ്. അപ്പോൾ നമ്മൾ അതിനെ എക്സ് ബാറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്ത്, മ്യൂ സ്ക്വയറിന് വരെ എക്സ് ബാറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 1/n സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ മൈനസ് എക്സ് ബാർ സ്ക്വയർ. അത് സെപ്പറേറ്റ് ആട്ടോ, മൈനസ് എക്സ് ബാർ സ്ക്വയർ സെപ്പറേറ്റ് ആണ്. അതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതാൻ പറ്റുമെന്ന് വെച്ചാൽ സിഗ്മ സ്ക്വയർ ഇസിക്വൽ ടു 1/n എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ എന്നാക്കി അതിനെന്ത് ചെയ്യാം, എഴുതാം. അത് നേരിട്ട് അങ്ങനെ വരുന്നതല്ല, എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഞാൻ താഴത്ത് എന്ത് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് അത് സ്റ്റെപ്പ് വന്നതെന്ന്, എങ്ങനെയാണ് വന്നതെന്ന് നോക്കുക വേണമെങ്കിൽ നോക്കിയേ. 1/n സമ്മേഷൻ എക്സ് ഐ മൈനസ് എക്സ് ബാർ സ്ക്വയർ എന്നുള്ള എക്സ്പാൻഡ് ചെയ്താൽ 1/n സമ്മേഷൻ എ മൈനസ് ബി ഹോൾ സ്ക്വയർ അല്ലേ. എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയറും എക്സ് ഐ സ്ക്വയർ മൈനസ് എക്സ് ബാർ സ്ക്വയർ, ഇത് സമ്മേഷൻ ഇതിന് മാത്രമാണ് ബാധകം. ഇവിടെ വരെ സമ്മേഷനുള്ളൂ, മറ്റേത് വേറെ ടൈം തന്നെയാണ്. അത് രണ്ടും ഈക്വൽ ആവുന്നത് എങ്ങനെയാണ്, അത് മുകളിലുള്ള സ്റ്റെപ്പ് ഇതിന് ഈക്വൽ ആവുന്നത് എങ്ങനെയാണെന്നാണ് ഈ താഴത്ത് ചെയ്തിട്ടുള്ളത്. സമ്മേഷൻ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയറിൻ്റെ ഇക്വേഷൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 1/n സമ്മേഷൻ, 1/n ഇതിനെല്ലാവർക്കും ബാധകമാണ്. അപ്പോൾ 1/n സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ, സമ്മേഷൻ ഇതിനെല്ലാവർക്കും ബാധകമാണ്. അപ്പോൾ മൈനസ് 1/n, ഈ മൈനസ് 2 ഉള്ളത് കൊണ്ടാണ് മൈനസ് അവിടെ വന്നത്. മൈനസ് 1/n 2 എക്സ് ഐ എക്സ് ബാർ മൈനസ് എക്സ് ബാർ സ്ക്വയർ എന്ന് വന്നു. എന്ത് ചെയ്യുന്നു, 1/n സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ, ഞാൻ എന്ത് ചെയ്യുന്നു, 2ഉം എക്സ് ബാറും പുറത്തേക്ക് എടുക്കുന്നു. 2 എക്സ് ബാർ, ബാക്കി ഉണ്ടാവും എന്താണ്, ഒരു സമ്മേഷൻ എക്സ് ഐയും ബൈ എന്നും, സമ്മേഷൻ എക്സ് ഐ ബൈ എൻ. അതുപോലെ ഇവിടെ മൈനസ് എക്സ് ബാർ സ്ക്വയറും മൈനസ് 1/n ഉണ്ട്. അപ്പം മൈനസും മൈനസും പ്ലസ് ആവും. 1/n സമ്മേഷൻ എക്സ് ബാർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ 1/n സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ മൈനസ് 2 എക്സ് ബാർ സമ്മേഷൻ എക്സ് ഐ ബൈ എൻ എന്ന് പറഞ്ഞാൽ എക്സ് ബാർ ആണ്. അപ്പോൾ 2 എക്സ് ബാറും എക്സ് ബാറും എന്താണ്, 2 എക്സ് ബാർ സ്ക്വയർ മൈനസ് 2 എക്സ് ബാർ സ്ക്വയറും. പിന്നെയോ ഈ സാധനം ഉണ്ടല്ലോ, എന്താണ്, 1/n സമ്മേഷൻ എക്സ് ബാർ സ്ക്വയർ, സമ്മേഷൻ എക്സ് ബാർ സ്ക്വയർ അല്ലേ. സമ്മേഷൻ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ സംഭവിക്കണത്, സമ്മേഷൻ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ എൻ കൊണ്ട് എന്ത് ചെയ്താൽ മതി, ഇൻറ്റു ചെയ്താൽ മതി. നമ്മൾ കണ്ടിട്ട് സമ്മേഷൻ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എക്സ് ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മേഷൻ എക്സ് ബൈ എൻ അല്ലേ. അപ്പോൾ എൻ ഇൻറ്റു എക്സ് ബാർ ചെയ്താൽ സമ്മേഷൻ എക്സിന് ഈക്വൽ ആണ്. അപ്പോൾ സമ്മേഷൻ ഒഴിവാക്കാൻ ഞാൻ എന്നോണ്ട് എന്ത് ചെയ്താൽ മതി, ഇൻറ്റു ചെയ്താൽ മതി. അതാണ് ഈ സൈഡിൽ എഴുതിച്ചിട്ടുള്ളത്. 1/n ഇൻറ്റു എൻ ഇൻറ്റു എക്സ് ബാർ സ്ക്വയർ. എൻ ക്യാൻസലായ ബാക്കി എന്തുണ്ടാവുള്ളൂ, എക്സ് ബാർ സ്ക്വയറേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ മുകളിൽ എഴുതി ഈ ടൈമിന് പകരം എന്ത് എഴുതാം, എക്സ് ബാർ സ്ക്വയർ എന്ന് എഴുതാം. മൈനസ് 2 എക്സ് ബാർ സ്ക്വയറും പ്ലസ് എക്സ് ബാർ സ്ക്വയറും കൂടി ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കും, രണ്ടും കൂടി ആഡ് ചെയ്താൽ മൈനസ് എക്സ് ബാർ സ്ക്വയർ എന്നാവും. അതായത് 1/n സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ മൈനസ് എക്സ് ബാർ സ്ക്വയർ എന്ന് എഴുതാം. ഏതിനെ, 1/n സമ്മേഷൻ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയറിനെ 1/n സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ മൈനസ് എക്സ് ബാർ സ്ക്വയർ എന്ന് എഴുതാം. അങ്ങനെയാണ് ഈ സ്റ്റെപ്പ്, മുകളിലത്തെ സ്റ്റെപ്പ് എഴുതിയിട്ടുള്ളത്. അതിനാണ് സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, 1/n സമ്മേഷൻ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് എന്ത് ചെയ്തു, കിട്ടി. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി, സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നതിൻ്റെ എസ്റ്റിമേറ്റാണ് ആര്, സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞ എസ്റ്റിമേറ്റ് ആണ് 1/n സമ്മേഷൻ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്. നമ്മൾ മെത്തേഡ് ഓഫ് മൊമെൻ്റ് ഉപയോഗിച്ച് കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകും. എസ്റ്റിമേറ്റ് പി ഇൻ എ സാമ്പിളിംഗ് ഫ്രം ബൈനോമിയൽ പോപ്പുലേഷൻ. ബൈനോമിയൽ പോപ്പുലേഷന് പിയുടെ എന്ത് കണ്ടുപിടിക്കാൻ, എസ്റ്റിമേറ്റർ കണ്ടുപിടിക്കാം.
പിയുടെ എസ്റ്റിമേറ്റർ കണ്ടുപിടിക്കുക യൂസിങ് മെത്തേഡ് ഓഫ് മൊമെൻറ്റ് ഉപയോഗിച്ചിട്ട് തന്നെ ഇപ്പോൾ ചെയ്ത പോലെ μ1 ഡാഷ് കണ്ടിട്ട് തന്നെ അതിനെ m1 ഡാഷ് ആയിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് തന്നെ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ μ1 ഡാഷ് കാണുന്നു. μ1 ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ സമ്മേഷൻ എക്സ് എഫ് ഓഫ് എക്സ് ആണല്ലേ. സമ്മേഷൻ എക്സ് എഫ് ഓഫ് എക്സ്, അതായത് സമ്മേഷൻ എക്സ് എഫ് ഓഫ് എക്സിന് പകരം നമുക്ക് തന്നിട്ടുണ്ട് എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ്. അപ്പോൾ സമ്മേഷൻ എക്സ് എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ് അല്ലേ. എൻ സി എക്സിന് നമുക്കറിയാം എൻ സി എക്സ് എന്ന് പറഞ്ഞാൽ എൻ ഫാക്ടോറിയൽ ബൈ എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ ആണ്. എൻ സി ആർ ഇസ് ഇക്വൽ ടു എൻ ഫാക്ടോറിയൽ ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ പോലെ എൻ സി എക്സ് എൻ ഫാക്ടോറിയൽ ബൈ എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ, പിന്നെ പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ്. അതിൽ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെങ്ങനെ എഴുതാം? എക്സ് ഇൻറ്റു എൻ ഫാക്ടോറിയലിനെ എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഫാക്ടോറിയലിന് എഴുതാം. അതുപോലെ എക്സ് ഫാക്ടോറിയലിനെ എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ ഫാക്ടോറിയലിന് എഴുതാം. എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു എഴുതി. പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ്. നോക്കിയേ, നമ്മൾ എക്സും ഈ എക്സും മുകളിലുള്ള ഈ ഒരു എക്സും ഈ എക്സും നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. പിന്നെയോ എൻ ഫാക്ടോറിയൽ അല്ലേ, ബാക്കിയുള്ളത് നമുക്ക് ഒരു എൻ ഉണ്ട്, ഇവിടെയുള്ള എന്നും ഈ പി റൈസ് ടു എക്സിന് നമുക്ക് വേണമെങ്കിൽ പി ഇൻറ്റു പി റൈസ് ടു എക്സ് മൈനസ് വൺ എഴുതാം. പി റൈസ് ടു എക്സിനെ പി ഇൻറ്റു പി റൈസ് ടു എക്സ് മൈനസ് വൺ എഴുതാം. ആ പിന്നും ഞാൻ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് എടുക്കുന്നു. പോരാത്തതിന് ഈ എന്നിനെയും പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ എൻ ഇൻറ്റു പി എൻ പി ആയി. ബാക്കിയുള്ള ആളുകളെ ഞാൻ ഇവിടെ എഴുതുന്നു സമ്മേഷൻ എൻ ഇൻറ്റു എൻ പുറത്തേക്ക് പോയാൽ എൻ മൈനസ് വൺ ഫാക്ടോറിയൽ ഉണ്ടാവും. എക്സ് ക്യാൻസൽ ചെയ്ത് പോയി, ബാക്കി എക്സ് മൈനസ് വൺ ഫാക്ടോറിയൽ ഉണ്ടാവും. പിന്നെ എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ പി റൈസ് ടു എക്സ് മൈനസ് വണ്ണ് ഇൻറ്റു പിന്ന് പി പുറത്തേക്ക് പോയാൽ ബാക്കി പി റൈസ് ടു എക്സ് മൈനസ് വൺ ഉണ്ടാവും. ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ് ഉണ്ടായിരിക്കും. നമ്മുടെ ടേം നോക്കിയേ, ഈ ടേം നമ്മളെ എഫ് ഓഫ് എക്സിൻ്റെ ടേമിൽ തന്നെയാണ് ആ ടേം എന്ത് ചെയ്തിട്ടുള്ളത്? വന്നിട്ടുള്ളത്. എഫ് ഓഫ് എക്സ് എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ് ആണ്. ഇവിടെ എക്സിന് പകരം എന്തായി? എക്സിന് പകരം എക്സ് മൈനസ് വൺ ആയി. അപ്പോൾ എൻ മൈനസ് വൺ ഫാക്ടോറിയൽ എക്സ് മൈനസ് വൺ ഫാക്ടോറിയൽ എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ് എന്നുള്ളത് തന്നെയാണ് വന്നത്. അപ്പോൾ നമ്മൾ അതിനെന്താണ്? ഈക്വൽ ടു വൺ ആയിരിക്കും. അത് ഈക്വൽ ടു വൺ ആയിരിക്കും. അപ്പോൾ എൻ പി ഇൻറ്റു വൺ എന്ന് പറഞ്ഞാൽ എൻ പി തന്നെ ആയിരിക്കും. μ1 ഡാഷ് ഇസ് ഈക്വൽ ടു എൻ പി കിട്ടി. μ1 ഡാഷ് ഇസ് ഈക്വൽ ടു എൻ പി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? അതിനെ സാമ്പിൾ മൊമെൻ്റ് ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ബൈനോമിയൽ പോപ്പുലേഷനെ ഇന്ന് നമ്മളെടുത്ത സാമ്പിൾസ് ആണ് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സെട്ര എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ m1 ഡാഷ് സമ്മേഷൻ എക്സ് ഐ ബൈ എൻ ആണ്, അഥവാ എക്സ് ബാർ ആണ്. μ1 ഡാഷിനെയും m1 ഡാഷിനെയും കൂടി നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് μ1 ഡാഷിന് പകരം എൻ പി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, m1 ഡാഷ് എക്സ് ബാർ എന്ന് കിട്ടുന്നു. അപ്പോൾ അതിന്ന് പി കണ്ടുപിടിക്കാം, എക്സ് ബാർ ബൈ എൻ. അതായത് എസ്റ്റിമേറ്റ് ഓഫ് പി എന്ന് പറയുന്നത് എക്സ് ബാർ ബൈ എൻ ആണ്. എക്സ് ബാർ ബൈ എൻ ആണ് പിയുടെ എസ്റ്റിമേറ്റ് എന്ന് കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എസ്റ്റിമേറ്റ് ലാംഡ യൂസിങ് മെത്തേഡ് ഓഫ് മൊമെൻറ്റ്. ലാംഡ കണ്ടുപിടിക്കാനാണ്. നമുക്ക് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആൽഫ റൈസ് ടു എക്സ് ബൈ ഗാമ ലാംഡ എക്സ് റൈസ് ടു ലാംഡ മൈനസ് വൺ ഇ റൈസ് ടു മൈനസ് ആൽഫ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യുക. ആദ്യം m1 ഡാഷ് കാണുന്നു, കണ്ടിന്യൂസ് ആണ്. ഇൻ്റഗ്രൽ എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. അതായത് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എക്സിൻ്റെ വാല്യൂ 0 ടു ഇൻഫിനിറ്റി തന്നിട്ടുണ്ട്. ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്, ആ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ അതുപോലെ എഴുതുന്നു. ആൽഫ റൈസ് ടു എക്സ് ആൽഫ റൈസ് ടു ലാംഡ ഗാമ ലാംഡ എക്സ് റൈസ് ടു ലാംഡ മൈനസ് വൺ ഇ റൈസ് ടു മൈനസ് ആൽഫ എക്സ് ഡി എക്സ് എന്ന് എഴുതുന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇവിടെ എക്സ് ഉണ്ട്, എക്സ് റൈസ് ടു ലാംഡ മൈനസ് വൺ ഉണ്ട്. ഈ ആൽഫ റൈസ് ടു ലാംഡയും ഗാമ ലാംഡയും അതുപോലെ എഴുതി. എക്സും എക്സ് റൈസ് ടു ലാംഡ മൈനസ് വണ്ണും കൂടി ചേർത്തിട്ട് എക്സ് റൈസ് ടു ലാംഡ പ്ലസ് വൺ മൈനസ് വൺ എഴുതി. കാരണം എ റൈസ് ടു എക്സ് ഇൻറ്റു എ റൈസ് ടു വൈ എന്ന് പറഞ്ഞാൽ എ റൈസ് ടു എക്സ് പ്ലസ് വൈ ആയ പോലെ അത് എഴുതാൻ പറ്റും. ഇ റൈസ് ടു മൈനസ് ലാംഡ എക്സ് ഡി എക്സ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. ആൽഫ എക്സിന് പകരം വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആൽഫ എക്സ് ഇക്വൽ ടു വൈ ആണെങ്കിൽ ഡി എക്സ് ബൈ ഡി വൈ കണ്ടിട്ടുണ്ടെങ്കിൽ ആൽഫയാണ് ഉണ്ടാവുക. ഡി എക്സ് ബൈ ഡി വൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആൽഫയാണ് ഉണ്ടാവുക. ഡി വൈ ബൈ ഡി എക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൽഫയാണ് ഉണ്ടാവുക. അപ്പോൾ ആൽഫ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി വൈ എന്ന് കിട്ടും. അതിൽ നിന്ന് ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഡി വൈ ബൈ ആൽഫ എന്ന് കിട്ടും. അത് നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. μ1 ഡാഷ് ഇസ് ഈക്വൽ ടു ഈ ആൽഫ റൈസ് ടു ലാംഡ ഗാമ ലാംഡ 0 ടു ഇൻഫിനിറ്റി
എന്ത് ചേഞ്ച് ചെയ്യും? എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? വൈ ബൈ ആൽഫ എന്ന് കൊടുക്കുക. എക്സിന് പകരം എന്ത് ചെയ്യാം? വൈ ബൈ ആൽഫ എന്ന് കൊടുക്കുക. ഇവിടെ നോക്കിയിട്ട് എക്സിന് പകരം വൈ ബൈ ആൽഫ എന്ന് കൊടുത്തു. റേസ് ടു ലാംഡ പ്ലസ് 1 മൈനസ് 1, അതുപോലെ ഇ റേസ് ടു മൈനസ് ആൽഫ എക്സിന് പകരം വൈ മൈനസ് വൈ എന്ന് കൊടുക്കുന്നു. പിന്നെയോ ഡി എക്സിന് പകരം ഡി വൈ ബൈ ആൽഫ എന്ന് കൊടുക്കുന്നു. ഈ മുകളിലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് താഴേക്ക് എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു എന്നുള്ളൊരു വ്യത്യാസം ഇവിടെ ഉള്ളൂ. പിന്നെ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ആൽഫ റേസ് ടു ലാംഡ, ഗാമ ലാംഡ അതവിടെ തന്നെ അതുപോലെ തന്നെ ഉണ്ട്. പിന്നെയോ ഇവിടെ ഉള്ളിൽ ഇൻ്റഗ്രേഷൻ്റെ ഉള്ളിൽ ആൽഫ റേസ് ടു ലാംഡ പ്ലസ് 1 മൈനസ് 1 എന്നുണ്ട് അല്ലേ? ആൽഫ റേസ് ടു ലാംഡ പ്ലസ് 1 മൈനസ് 1ഉം ഇവിടെ ഡി വൈ ബൈ ഒരു ആൽഫയും ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി ചേർത്തിട്ട് ന്യൂമറേറ്ററിലാണ് രണ്ടും ഉള്ളത്, ഡിനോമിനേറ്ററിലാണ് രണ്ടും ഉള്ളത്. അത് നേരെ പുറത്തേക്ക് എടുക്കുന്നു. ആൽഫ റേസ് ടു ലാംഡ പ്ലസ് 1 ഉണ്ടാവുള്ളൂ. ലാംഡ റേസ് ടു ലാംഡ പ്ലസ് 1 മൈനസ് 1 ആണ് ആൽഫ റേസ് ടു ലാംഡയാണ്. പിന്നെ ഒരു ആൽഫയും കൂടി വരുമ്പോൾ ആൽഫ റേസ് ടു ലാംഡ പ്ലസ് 1. ഈ ഗാമേൻ്റെ ഉള്ളിലല്ല എന്ത്? ആൽഫ റേസ് ടു ലാംഡ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ പുറത്താണ്. ഇനി 0 to ഇൻഫിനിറ്റി ബാക്കിയുള്ള സാധനങ്ങൾ വൈ റേസ് ടു ലാംഡ പ്ലസ് 1 മൈനസ് 1, ഇ റേസ് ടു മൈനസ് ലാംഡ ഡി വൈ. ഈ സാധനം എന്തായി? ഗാമ ഫംഗ്ഷനായി. ഗാമ ഓഫ് ലാംഡ പ്ലസ് 1നെയാണ് നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റുക. നമ്മൾ കണ്ടിട്ടുണ്ട്, ഗാമ ഫംഗ്ഷൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിന് പകരം നമ്മൾ ഗാമ ഫംഗ്ഷൻ ഓഫ് ലാംഡ പ്ലസ് 1 എന്ന് എഴുതി. ബാക്കിയൊക്കെ അതുപോലെ തന്നെ ആൽഫ റേസ് ടു ലാംഡ, ഇവിടെ ഗാമ ലാംഡ, ഇവിടെ ആൽഫ റേസ് ടു ലാംഡ പ്ലസ് 1 എന്ന് എഴുതി. എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യാനുള്ള ക്യാൻസൽ ചെയ്യുക. ഇത് ആൽഫ റേസ് ടു ലാംഡയും ആൽഫ റേസ് ടു ലാംഡ പ്ലസ് 1ഉം കൂടി ക്യാൻസൽ ചെയ്താൽ ആൽഫ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ ഗാമ ഫംഗ്ഷൻ ഓഫ് ലാംഡ പ്ലസ് 1ഉം ഗാമ ഫംഗ്ഷൻ ഓഫ് ലാംഡയും കൂടി സിംപ്ലിഫൈ ചെയ്താൽ മുകളിലൊരു എന്തുണ്ടാവുള്ളൂ? ലാംഡ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് μ1 നമുക്ക് കിട്ടി. μ1 കിട്ടിയിട്ടുണ്ടെങ്കിൽ m1 കണ്ടിട്ട് അതായിട്ട് ഇക്വേറ്റ് ചെയ്യാണ് വേണ്ടതെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ m1 കാണുന്നു. x1 x2 x3 എക്സെട്ര xn എന്ന് പറഞ്ഞാൽ എടുക്കുന്നത് സാമ്പിൾ എടുക്കുന്നത് മുകളിലുള്ള പോപ്പുലേഷൻ ആണ്. μ1 എന്താണ്? x ബാർ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. m1 x ബാർ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. m1 μ1 കൂടി ഇക്വേറ്റ് ചെയ്യുന്നു. അതായത് x ബാർ ലാംഡ ബൈ ആൽഫ കിട്ടുന്നു. അപ്പം നമുക്ക് ലാംഡ കാണാനാണ് പറഞ്ഞത്. ലാംഡ എക്സ് ബാർ ആൽഫ. അപ്പോൾ എസ്റ്റിമേറ്റ് ഓഫ് ലാംഡ എന്ന് പറയുന്നത്, നമ്മൾ ലാംഡ ക്യാപ്പ് എന്ന് വിളിക്കുന്നു, വിച്ച് ഈസ് എക്സ് ബാർ ആൽഫയാണ്. അപ്പോൾ എക്സ് ബാർ ആൽഫ എന്ന് പറയുന്നത് എസ്റ്റിമേറ്റർ ഓഫ് ലാംഡ ആയി നമ്മൾ മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഉപയോഗിച്ച് കണ്ടുപിടിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റേഴ്സ് ഫോർ റാൻഡം സാമ്പിളിംഗ് ഫ്രം നോർമൽ പോപ്പുലേഷൻ. മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റേഴ്സ് കാണണം. ആർക്ക്? നോർമൽ പോപ്പുലേഷൻ മ്യൂ സിഗ്മ സ്ക്വയർ എന്ന് പറയുന്ന നോർമൽ പോപ്പുലേഷന് കാണണം. അതിൽ എങ്ങനെയൊക്കെ കാണേണ്ടത്? ഫസ്റ്റ് പോപ്പുലേഷൻ മീനിൻ്റെ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ കാണണം. വേറെ സിഗ്മ സ്ക്വയർ എന്താണ്? ഗിവൺ ആണ്. സിഗ്മ സ്ക്വയർ നമുക്ക് അറിയാം, വേരിയൻസ് നമുക്ക് അറിയാം. അതുപോലെ സിഗ്മ സ്ക്വയറിൻ്റെ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ കാണണം. അവിടെ മ്യൂ നമുക്ക് അഥവാ മീൻ നമുക്ക് അറിയാം. അതുപോലെ ഇത് രണ്ടിനും ദ സൈമിൾട്ടേനിയസ് എസ്റ്റിമേഷൻ ഓഫ് ബോത്ത് പോപ്പുലേഷൻ മീൻ ആൻഡ് വേരിയൻസ്, രണ്ടിൻ്റെയും ഒരേ സമയം എന്ത് ചെയ്യണം? കാണണം. അപ്പം മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ ആണ് ഇവിടെ എന്ത് ചെയ്യാൻ പറഞ്ഞത്? കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫോർ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ നമുക്കറിയാം. 1/σ√2π e⁻⁻(x(i−μ)² 2σ² ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൊഡക്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രൊഡക്റ്റ് ഓഫ് i = 1 to n വരെയുള്ള എല്ലാ എക്സ് ഐകളുടെയും പ്രൊഡക്റ്റാണ്. അപ്പോൾ 1/σ√2π ഉണ്ട്. പിന്നെയോ e⁻⁻(x(i−μ)² അതായത് ആദ്യം എന്ത് ചെയ്യും? x1 കൊടുക്കും, പിന്നെ x2 കൊടുക്കും, പിന്നെ x3 കൊടുക്കും, അങ്ങനെ എല്ലാത്തിൻ്റെയും പ്രൊഡക്റ്റ് കാണും. അങ്ങനെ n ടേംസ് ആണ് ഉണ്ടാവുക. അപ്പോൾ n പ്രാവശ്യം 1/σ√2π ഇൻറ്റു ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് പകരം എന്ത് ചെയ്യുക? 1/σ√2π n എന്ന് എഴുതാം. അതുപോലെ e⁻² എന്ന് പറഞ്ഞിട്ട്
എന്ത് വരും 1/2 സിഗ്മ സ്ക്വയർ -1/2 സിഗ്മ സ്ക്വയർ എല്ലാത്തിൽ കോമൺ ആയിട്ട് വരും. പിന്നെ ബാക്കി എന്താ ഉണ്ടാവുക, ആ x1 കൊടുക്കുമ്പോൾ x1 മൈനസ് മ്യൂ ഉണ്ടാവും, അതുപോലെ ഹോൾ സ്ക്വയർ ഉണ്ടാവും. പിന്നെ x2 കൊടുക്കുമ്പോൾ x2 മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ ഉണ്ടാവും. പിന്നെ x3 കൊടുക്കുമ്പോൾ x3 മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ ഉണ്ടാവും. അങ്ങനെ ഓൾ xi മൈനസ് മ്യൂ ഹോൾ സ്ക്വയറുകളുടെ സമ്മാണ് എന്തായിട്ട് വരിക, e⁻x ആയിട്ട് വരിക. അപ്പോൾ e⁻2 എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ഈ ഫംഗ്ഷനാണ്, ടോട്ടൽ ഈ ടേമുകൾ ഒന്നായിട്ടാണ് വരിക. ഞാൻ രണ്ട് സൈഡിൽ ലോഗ് കാണുന്നു. ലോഗ് L രണ്ട് സൈഡിൽ ലോഗ് കാണുമ്പോൾ ഈ 1/σ√2πn അതിന് ലോഗ് കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുക, ഈ രണ്ട് ടേമായിട്ടാണ് കിട്ടുക. കാരണം എന്താ വെച്ചാൽ log a⁻n എന്ന് പറഞ്ഞാൽ n log a ആണ്. അതുപോലെ log a/b എന്ന് പറഞ്ഞാൽ log a മൈനസ് log b ആണ്. അതായത് ലോഗിൻ്റെ ഫങ്ഷൻസ്, ലോഗിൻ്റെ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, log of 1/σ√2πn ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ടേം ആയിരിക്കും എന്ത് ചെയ്യുക കിട്ടുക. പിന്നെ ഇതിന് ലോഗ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, log of e⁻x എന്ന് പറഞ്ഞാൽ എന്താണ്, ഈയും ലോഗും കൂടി ക്യാൻസലായി പോകും, ബാക്കി എക്സ് അല്ലേ ഉണ്ടാവുള്ളൂ. അതേപോലെ log of e⁻, ഈ നമ്പർ എന്ന് പറയുമ്പോൾ ആ ലോഗ് ഈയും കൂടി ക്യാൻസലാകും, ബാക്കി ഇതേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ log L കണ്ടാൽ ഇത് ഈ മൂന്ന് സ്റ്റെപ്പിനും കോമൺ ആയിട്ട് വരുന്ന ആ സ്റ്റെപ്പാണത്. ഇനി ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോന്ന് കാണണം. അതായത് പോപ്പുലേഷൻ മീനിൻ്റെ എന്ത് കാണാനാണ് പറഞ്ഞത്, ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ കാണാനാണ് പറഞ്ഞത്. പോപ്പുലേഷൻ മീനിൻ്റെ ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ കാണാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ തന്നിട്ടുള്ള log Lനെ പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു മ്യൂ. അതായത് മ്യൂവിൻ്റെ കാണാൻ പറഞ്ഞതിനോണ്ട് വിത്ത് റെസ്പെക്ട് ടു മ്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു, പാർഷ്യൽ ഡെറിവേറ്റ് ചെയ്യുന്നു. ഇനി വേരിയൻസ് കാണാൻ പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു വേരിയൻസ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ log Lനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു മ്യൂ. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, 1/σ² സമ്മേഷൻ xi മൈനസ് മ്യൂ എന്നുള്ളതായിരിക്കും. കാരണം ഈ രണ്ട് ടേം, ഈ മുകളിലുള്ള ഈ രണ്ട് ടേമും എന്തായിട്ട് പോകും, 0 ആയിട്ട് പോകും. കാരണം അതിൽ മ്യൂ എന്ന് പറയുന്ന ടേം ഇല്ലാത്തത് കൊണ്ട് അത് 0 ആയിട്ട് പോകും. ബാക്കി ഈ ഒരു മൂന്നാമത്തെ ഈ ടേം മാത്രമേ ഉണ്ടാവുള്ളൂ, അത് മാത്രമേ ഡെറിവേറ്റീവ് കാണാൻ ഉണ്ടാവുള്ളൂ. അത് സംഭവിക്കുക 1/σ² സമ്മേഷൻ xi മൈനസ് മ്യൂ എന്നാണ് ഉണ്ടാവുക. xi മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ ഉള്ളത് 2 പുറത്തേക്ക് വന്നിട്ട് ആ 2 ക്യാൻസലായിട്ട് പോയിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ടേമിലേക്ക് എത്തുന്നത്. വീണ്ടും അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 1/σ² നമുക്കറിയാം സമ്മേഷൻ ഓഫ് xi അല്ലേ, സമ്മേഷൻ ഓഫ് xi എന്ന് പറയുമ്പോൾ അതിനെ nx ബാർ എന്ന് നമുക്ക് വിളിക്കാം. കാരണം സമ്മേഷൻ ഓഫ് x ബാർ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ xi/n ആണ്. അപ്പം സമ്മേഷൻ xi എന്ന് പറയുമ്പോൾ nx ബാർ ആണ്. അതുപോലെ സമ്മേഷൻ ഓഫ് മ്യൂവിനെ നമുക്ക് n മ്യൂ എന്നും പറയാം. സമ്മേഷൻ ഓഫ് മ്യൂ എന്ന് പറഞ്ഞാൽ ആ സമ്മേഷൻ ഒഴിവാക്കുമ്പോൾ n കൊണ്ട് ഇൻഡ് ചെയ്താൽ മതി, n മ്യൂ എന്ന് നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മളിതിന്ന് കണ്ടുപിടിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കണ്ടുപിടിച്ച നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്തതിനെ ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ log L/μ ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യുന്നു. അതായത് 1/σ² nx ബാർ മൈനസ് n മ്യൂ ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യുന്നു. ഒരിക്കലും σ² നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം, nx ബാർ മൈനസ് n മ്യൂ ഈക്വൽ ടു 0 എന്ന് എഴുതാം. nx ബാർ മൈനസ് n മ്യൂ ഈക്വൽ ടു 0 എന്ന് എഴുതുമ്പോൾ nx ബാർ ഈക്വൽ ടു n മ്യൂ എന്ന് എഴുതാം. nx ബാർ ഈക്വൽ ടു n മ്യൂ ആയതുകൊണ്ട് x ബാർ ഈക്വൽ ടു എന്താവും, മ്യൂ ആവും. nx ബാർ ഈക്വൽ ടു n മ്യൂ ആകുമ്പോൾ n ക്യാൻസൽ ചെയ്താൽ x ബാർ ഈക്വൽ ടു മ്യൂ ആവും. പോരാത്തതിന് ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണുമ്പം ഇറ്റ് വിൽ ബി നെഗറ്റീവ്. സെക്കൻഡ് ഡെറിവേറ്റീവ് കാണുമ്പോൾ അത് നെഗറ്റീവും ആവും. സെക്കൻഡ് ഡെറിവേറ്റീവ് കാണുമ്പോൾ അത് നെഗറ്റീവ് കൂടിയായാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, x ബാർ ഈസ് ദ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ ഓഫ് ദ പോപ്പുലേഷൻ മീൻ. x ബാർ ആണ് പോപ്പുലേഷൻ മീനിൻ്റെ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തത് എന്താ പറയണത് വെച്ചാൽ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ ഓഫ് വേരിയൻസ് കാണാനാണ്, σ² അല്ലേ. അപ്പം എസ്റ്റിമേഷൻ ഓഫ് σ² വെൻ മ്യൂ ഇസ് നോൺ, മ്യൂ തന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ σ². അപ്പോൾ നേരത്തെ ചെയ്ത് log Lനെ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു മ്യൂ ആണ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇവിടെ σ² ആയതുകൊണ്ട് log Lനെ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു σ² ചെയ്യും. അപ്പോൾ ആ log Lനെ നമ്മൾ σ² ആയിട്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും കിട്ടുക, -n/2 σ² 1/2 σ⁴ സമ്മേഷൻ xi മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ അതിനെ ഈക്വൽ ടു 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യും. മുകളിൽ ചെയ്തതും അതിന് ഈക്വൽ ടു 0 ആയിട്ട് നമ്മൾ എന്ത് ചെയ്തതാണ്, ഇക്വേറ്റ് ചെയ്തതല്ല ചെയ്തത്, അതന്നെ ഇവിടെയും ചെയ്യുന്നു. അതിന് ഈക്വൽ ടു 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് σ² ഈക്വൽ ടു 1/n സമ്മേഷൻ xi മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ എന്നായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക കിട്ടുക. ഇനി അടുത്ത രണ്ടും എന്താണ്,
കോൺസിക്യൂട്ടീവ് ആയിട്ട് ഇക്വേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ എസ്റ്റിമേഷൻ ഓഫ് മ്യൂവും സിഗ്മ സ്ക്വയറും സൈമിൾട്ടേനിയസ്ലി മ്യൂവിൻ്റെയും സിഗ്മ സ്ക്വയറിൻ്റെ എസ്റ്റിമേഷൻ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ രണ്ടും ഒരുമിച്ച് ചെയ്യും. ഡോ log L by dou mu equal to 0 and dou square log L by dou sigma square is equal to 0 എന്ന് പറഞ്ഞ് രണ്ടും ഒരുമിച്ച് ഇക്വേറ്റ് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് ഡോ സ്ക്വയർ അല്ല കേട്ടോ, ഡോ ഉള്ളൂ കേട്ടോ. ഡോ log L by ഡോ സിഗ്മ സ്ക്വയർ ഇസ് ഇക്വൽ ടു 0 രണ്ടും ഒരുമിച്ച് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്കെന്ത് മ്യൂ ക്യാപ്പ് ഇസ് ഇക്വൽ ടു എക്സ് ബാർ എന്ന് കിട്ടും. നമുക്ക് മുകളിൽ തന്നിട്ടുണ്ട് എന്താണ് മ്യൂവിൻ്റെ മോസ്റ്റ് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ എക്സ് ബാർ ആണ്. അപ്പോൾ സിഗ്മ സ്ക്വയർ ഇസ് ഇക്വൽ ടു 1/n സമ്മേഷൻ എക്സ് ഐ മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ ആണ് നമ്മൾ മുകളിൽ ചെയ്തിട്ടുമുണ്ട്. ഇതാ തൊട്ട് മുന്നേ ചെയ്തത് ഇതല്ലേ, അതിൻ്റെ മുകളിൽ ചെയ്ത കാര്യമാണ് എന്ത് ഇത്. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് എന്ത് ചെയ്യുന്നു ഇക്വേറ്റ് ചെയ്യുന്നു. അതായത് മ്യൂ ക്യാപ്പിന്, അതായത് മ്യൂവിന് പകരം ഞാൻ എന്ത് ചെയ്യുന്നു എക്സ് ബാർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ 1/n സമ്മേഷൻ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ എന്നായി അല്ലേ. 1/n സമ്മേഷൻ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയറിനെയാണ് നമ്മൾ എസ് സ്ക്വയർ എന്ന് വിളിക്കുക. അതിനെയാണ് എന്ത് വിളിക്കുക? സാമ്പിൾ വേരിയൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ ഓഫ് പോയിസോൺ പാരാമീറ്റർ ലാംഡ വിത്ത് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ. ലാംഡേൻ്റെ എന്ത് കണ്ടുപിടിക്കാൻ? മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ കാണാം. ഇപ്പോൾ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. നമുക്ക് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് നമുക്ക് അറിയാം, ഇ റൈസ് ടു മൈനസ് ലാംഡ റൈസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. അതിൻ്റെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ നമ്മൾ എഴുതുന്നു എൽ, നമ്മൾ പ്രൊഡക്റ്റ് അതിൻ്റെ എല്ലാ x1 x2 x3 എക്സെട്ര അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടി പ്രൊഡക്റ്റിനെയാണ് നമ്മൾ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് വിളിക്കുക. അപ്പോൾ പ്രൊഡക്റ്റ് 1 to n എഫ് ഓഫ് എക്സ് ഐ ലാംഡ. അതായത് ആദ്യം x1 കൊടുക്കും, പിന്നെ x2 കൊടുക്കും, പിന്നെ x3 കൊടുക്കും, അങ്ങനെ എല്ലാം കൊടുക്കുകയാണ്. അപ്പോൾ ഇ റൈസ് ടു മൈനസ് ലാംഡ റൈസ് ടു x1 ബൈ x1 ഫാക്ടോറിയൽ, ഇ റൈസ് ടു മൈനസ് ലാംഡ റൈസ് ടു x2 ബൈ x2 ഫാക്ടോറിയൽ, അങ്ങനെ എക്സെട്ര ഇ റൈസ് ടു മൈനസ് ലാംഡ റൈസ് ടു xn ബൈ xn ഫാക്ടോറിയൽ എന്ന് വരും. അപ്പോൾ ഇ റൈസ് ടു മൈനസ് ലാംഡ എത്ര ഉണ്ടാവും? n ടൈംസ് ഉണ്ടാവും. ഇ റൈസ് ടു മൈനസ് n ലാംഡ, അതുപോലെ ലാംഡ റൈസ് ടു x1 ലാംഡ റൈസ് ടു x2 അങ്ങനെ ഇൻറ്റു ചെയ്ത് പോകുമ്പോൾ ലാംഡ റൈസ് ടു x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര xn. താഴെ x1 ഫാക്ടോറിയൽ ഉണ്ട്, x2 ഫാക്ടോറിയൽ ഉണ്ട്, അങ്ങനെ xn ഫാക്ടോറിയൽ വരെ ഉണ്ട്. നമ്മളെന്ത് ചെയ്യുന്നു? ലോഗരിതം അപ്ലൈ ചെയ്യുന്നു. അതായത് ലോഗ് എൽ ഇസ് ഇക്വൽ ടു ഇതിന് ലോഗരിതം അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് മൈനസ് n ലാംഡ പ്ലസ് സമ്മേഷൻ എക്സ് ഐ ലോഗ് ലാംഡ മൈനസ് സമ്മേഷൻ ലോഗ് എക്സ് ഐ ഫാക്ടോറിയൽ എന്നായിരിക്കും. അതായത് നമ്മൾ എന്ത് ലോഗ് ലോഗ് ഇയും കൂടി ക്യാൻസലായിട്ട് പോവും. പോരാത്തതിന് ലോഗ് എ ബൈ ബി എന്ന് പറയുമ്പോൾ ലോഗ് എ മൈനസ് ലോഗ് ബി എന്നാവും. അത് അപ്ലൈ ചെയ്യുന്നതാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ കാണാൻ നമ്മൾ ഫസ്റ്റ് അതിനെ പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യുന്നു. നമുക്ക് ലാംഡേൻ്റെ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ ആയതുകൊണ്ട് ലോഗ് എല്ലിനെ വിത്ത് ലാംഡ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസ് n പ്ലസ് 1 ലാംഡ സമ്മേഷൻ എക്സ് ഐ എന്നായിരിക്കും. അപ്പം അതിന് ഈക്വൽ ടു 0 എന്ന് നമ്മൾ ഇക്വേറ്റ് ചെയ്യും. അതിന് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഈ മുകളിലുള്ള സാധനം ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് ഇക്വേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം മൈനസ് n അങ്ങോട്ട് പോകുമ്പോൾ എന്താ? പ്ലസ് n ഇസ് ഈക്വൽ ടു 1 ലാംഡ സമ്മേഷൻ എക്സ് ഐ അല്ലേ. ഇനിയോ ലാംഡ ഇസ് ഈക്വൽ ടു ആണ് വേണ്ടത്. അപ്പോൾ ലാംഡേനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് n അങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്താവും? ലാംഡ ഇസ് ഈക്വൽ ടു 1/n സമ്മേഷൻ എക്സ് ഐ. 1/n സമ്മേഷൻ എക്സ് ഐ എന്ന് പറഞ്ഞത് എക്സ് ബാർ ആണ്. അപ്പോൾ ലാംഡ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? എക്സ് ബാർ എന്ന് കിട്ടി. ലാംഡ ഇസ് ഈക്വൽ ടു എക്സ് ബാർ എന്ന് കിട്ടി. സെക്കൻഡ് ഡെറിവേറ്റീവ് പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യുമ്പം മൈനസ് 1 ലാംഡ സ്ക്വയർ ലോഗലിനെ കേട്ടോ. ഈ പറയുന്ന മുകളിൽ കണ്ട ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പ്രാവശ്യം കൂടി പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസ് 1 ലാംഡ സ്ക്വയർ സമ്മേഷൻ എക്സ് ഐ എന്ന്. അതായത് ഒരു മൈനസ് ആവുന്നത്. മൈനസ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? സെക്കൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ് കാണുമ്പോൾ മൈനസ് വന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന എക്സ് ബാർ ആയിരിക്കും എന്ത്? മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത്. എക്സ് ബാർ ഇസ് ദ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ ഓഫ് ലാംഡ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അടുത്തത് നോക്കാം. അടുത്തത് ഇതുപോലെ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ തന്നെയാണ്. ഇതേപോലെ തന്നെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ ഉണ്ടാവുക. മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ കാണണം. പാരാമീറ്റർ ഫ്രീക്വൻസി ഫംഗ്ഷൻ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് തീറ്റ ഇ റൈസ് ടു മൈനസ് തീറ്റ എക്സ് അല്ലേ. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യുന്നു. എഫ് ഓഫ് എക്സ് തീറ്റ ഇ റൈസ് ടു മൈനസ് തീറ്റ എക്സ്. അതിൻ്റെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എഴുതുന്നു. ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ എക്സിൻ്റെ വാല്യൂസ് 1 to x1 x2 x3 എക്സെട്ര എക്സ് എന്ന് പറഞ്ഞ വരെ ഉള്ളതിൻ്റെ പ്രൊഡക്റ്റ്. അപ്പോൾ ആദ്യം
x1 വരുമ്പോൾ തീറ്റ ഇ റേസ് ടു മൈനസ് തീറ്റ x1, അതുപോലെ x2 വരുമ്പോൾ തീറ്റ ഇ റേസ് ടു മൈനസ് തീറ്റ x2, അങ്ങനെ xn വരുമ്പോൾ തീറ്റ ഇ റേസ് ടു മൈനസ് തീറ്റ xn വരും. അതായത് L ഈസ് ഈക്വൽ ടു തീറ്റ എത്ര തീറ്റകളുണ്ടാവും, n ടൈംസ് ഉണ്ടാവും, അതാണ് തീറ്റ റേസ് ടു n. അതുപോലെ ഇ റേസ് ടു മൈനസ് തീറ്റ x1 പ്ലസ് മൈനസ് തീറ്റ x2 പ്ലസ് മൈനസ് തീറ്റ x3 എന്നൊക്കെ പറയുമ്പോൾ ഇ റേസ് ടു മൈനസ് തീറ്റ കോമൺ, ഉള്ളിൽ പിന്നെ x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര xn ആവും. ഇതിൽ നമ്മൾ ലോഗരിതം അപ്ലൈ ചെയ്യുന്നു. ലോഗ് L രണ്ട് സൈഡിൽ ലോഗരിതം അപ്ലൈ ചെയ്യുമ്പോൾ തീറ്റ റേസ് ടു എന്നിന് ലോഗരിതം അപ്ലൈ ചെയ്യുമ്പോൾ n ലോഗ് തീറ്റ വരും. ഇ റേസ് ടു മൈനസ് തീറ്റ ഇൻറ്റു x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര xn എന്ന് പറയുമ്പോൾ ഇയും ലോഗും കൂടി ക്യാൻസലായിട്ട് പോയി ബാക്കി ഇതേ ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിനെ പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു തീറ്റ. പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു തീറ്റ. അപ്പോൾ ലോഗ് എൽ ബൈ ഡോ തീറ്റ ചെയ്യുന്നു. n ലോഗ് തീറ്റേനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ n ഇൻറ്റു 1 ബൈ തീറ്റ ആവും. പിന്നെ മൈനസ് തീറ്റ x1 പ്ലസ് x2 പ്ലസ് എക്സെട്രേനെ മൈനസ് x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര xn ആവും. അതിന് വിച്ച് ഇക്വേറ്റ് ടു 0 ഡോ ലോഗ് എൽ ബൈ ഡോ തീറ്റേനെ ഈക്വൽ ടു 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് n ബൈ തീറ്റ ഈക്വൽ ടു ഇത് ഈക്വൽ ടു 0 എന്നാണ് നമ്മൾ എന്ത് ചെയ്യണം, ഇക്വേറ്റ് ചെയ്യേണ്ടത് മൊത്തത്തിൽ. അപ്പോൾ n ബൈ തീറ്റ മൈനസ് x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര xn ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ n ബൈ തീറ്റ ഇസ് ഈക്വൽ ടു x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര xn, അതായത് മൈനസ് ഉള്ള അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും, പ്ലസ് ആവും. അപ്പോൾ n ഡിവൈഡ് ചെയ്താൽ 1 ബൈ n ഇൻറ്റു അല്ല ഇവിടെ ഉള്ളത്, അത് അപ്പുറ സൈഡിലേക്ക് പോകുമ്പോൾ ഡിവൈഡ് ബൈ x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര xn ബൈ n എന്നാവും. അതായത് 1 ബൈ തീറ്റ ഇസ് ഈക്വൽ ടു എക്സ് ബാർ എന്നാവും. അങ്ങനെയാണ് തീറ്റ ഇസ് ഈക്വൽ ടു 1 ബൈ എക്സ് ബാർ എന്നാവും. അതായത് നമുക്ക് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ ആണ് ആര്, 1 ബൈ എക്സ് ബാർ. 1 ബൈ എക്സ് ബാർ ഇസ് ദ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ എന്ന് നമുക്ക് എന്ത് ചെയ്തു, കിട്ടി. ഇതിലൊരു കാര്യം കൂടി ശരിക്കും ചെയ്യാനുണ്ട്. എന്താണ്, ഇതിനിപ്പോൾ നമ്മൾ ഡോ ലോഗ് എൽ ബൈ ഡോ തീറ്റ അല്ലേ ഇത്, ഇനി ഡോ സ്ക്വയർ ലോഗ് എൽ ബൈ ഡോ സ്ക്വയർ തീറ്റ നമ്മൾ ചെയ്യണം. അത് എന്തായിരിക്കും, എന്തായാലും ലെസ് ദാൻ 0 ആയിരിക്കും, അത് നെഗറ്റീവ് ആയിരിക്കും. അതും കൂടി അതിലേക്ക് ശരിക്കും എഴുതണം. അത് നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ അതും കൂടി എഴുതിയേക്കുക. ഡോ സ്ക്വയർ ലോഗ് എൽ ബൈ ഡോ തീറ്റ സ്ക്വയർ, ഡോ സ്ക്വയർ ലോഗ് എൽ ബൈ ഡോ തീറ്റ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്, ലെസ് ദാൻ 0. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറയും നമുക്ക്, 1 ബൈ എക്സ് ബാർ ഇസ് ദ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. അപ്പോൾ ഇതുവരെ ചെയ്തത് നമ്മൾ ഇന്ന് വരെ ഡിസ്കസ് ചെയ്ത എല്ലാ തിയററ്റിക്കലായിട്ടുള്ള പാർട്ടിൻ്റെയും പ്രോബ്ലംസ് നമ്മൾ 30 പ്രോബ്ലത്തോളം 29 ഒന്നോ രണ്ടോ പ്രോബ്ലം നമ്മൾ തിയറി എടുക്കുമ്പോഴും പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ടോട്ടൽ 30ഓളം പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിൽ നിന്ന് തന്നെയാണ് എന്ത് പ്രോബ്ലംസ് ചോദിക്കുക കേട്ടോ. അപ്പം പഠിക്കുക. ഓക്കെ.